യോഗാധ്യക്ഷൻ ശ്രീ CR ജോസ് പ്രകാശ്, കമ്പിശ്ശേരി കർണാടൻ ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. സ്വാഗതം ആശംസിച്ച ലൈബ്രറിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ PS സുരേഷ്, ഇവിടെ ഒപ്പമുള്ള റാഫി കാമ്പിശ്ശേരി, പ്രിയ സുഹൃത്ത് ജയൻ മഠത്തിൽ, എൻ്റെ മുമ്പിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും ആദരണീയരെ, എന്നെ സംബന്ധിച്ച് മിശ്ര വികാരങ്ങളോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കൊല്ലത്തേക്ക് വരുന്നു എന്നത് മാത്രമല്ല, പള്ളിക്കാവിലെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും കുമ്പളത്ത് വീടിൻ്റെ ബാക്കിയായിട്ടുള്ള മുട്ടിശ്ശേരി തൈയിലെ പരമൂള്ളയും അദ്ദേഹത്തിൻ്റെ 3 മക്കളാണ്. എൻ്റെ അച്ഛൻ ഏറ്റവും ചെറിയ ആള് ഞങ്ങൻ, അതിന് മൂത്താള് ഗോപി, അതിന് മൂത്താള് ശങ്കരൻകുട്ടി. ഈ 3 പേരും അവരുടെ ജീവിതവും അവരുടെ അനുജത്തി അനിയമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, ആച്ചിയെന്ന് ഞങ്ങൾ വിളിക്കുന്ന ശാന്തകുമാരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തൈയിലെ വീട്ടിൽ. ആ തൈയിലെ വീട്ടിലെ അപ്പൂപ്പൻ്റെ വർത്തമാനങ്ങളിൽ നിന്ന് അറിഞ്ഞ അച്ഛൻ്റെയും വല്യച്ഛന്മാരുടെയും വർത്തമാനങ്ങളിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരുന്ന പേരുകളിൽ ഒന്നാണ് കാമ്പിശ്ശേരി. അത് ചേർത്താ എപ്പോഴും പറയുക, തൊപ്പിൽ ഭാസിയും കാമ്പിശ്ശേരി, ഭാസിച്ചേട്ടനും കാമ്പിശ്ശേരി. അദ്ദേഹത്തെ ചേട്ടൻ നല്ല വിളിക്കുക, കാമ്പിശ്ശേരി തന്നെ വിളിക്കുക. ചെറിയൊരു കാലം അച്ഛൻ മലയാള രാജ്യത്തിൽ ജോലി എടുത്തിട്ടുണ്ട്. അക്കാലത്തെ അനുഭവങ്ങൾ ഇതൊക്കെ കുറിപ്പുകൾ എടുക്കുന്ന ഒരാളായിരുന്നു അച്ഛൻ എന്നുള്ളത് ഇപ്പൊ ഇല്ല. 56, 57, 58 വയസ്സിൽ അച്ഛൻ പോയി, കുറെ വർഷങ്ങളായിരിക്കും. പക്ഷെ അവരുടെ വർത്തമാനങ്ങളിലാണ് ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഈ 40 മുകളിലുള്ള കേരളത്തില് വായനയും അക്ഷരവും ഒക്കെ ഉള്ള മഹാമനുഷ്യരുടെ മനസ്സിൽ കാമ്പിശ്ശേരിയെ പോലെ ഒരു പത്രാധിപർ, കാമ്പിശ്ശേരിയെ പോലെ ഒരു നിയമസഭാ സാമാജികൻ, കാമ്പിശ്ശേരിയെ പോലെ ഒരു മനുഷ്യസ്നേഹി. ഞാൻ എനിക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ നൈതികത എന്ന വാക്ക് അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി, രാഷ്ട്രീയ ധാർമ്മികത എന്ന വാക്ക് അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി, രാഷ്ട്രീയ ജാഗ്രത എന്ന വാക്ക് അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി നമുക്ക് ചേരുന്ന, അതിൻ്റെ പ്രതിനിധാനം എന്ന് വിളിക്കാവുന്ന വളരെ കുറച്ചാളുകളിൽ ഒരാളാണ് കാമ്പിശ്ശേരി കരുണാകരൻ എന്ന് പറയാനാണ് ഇപ്പോൾ ഇഷ്ടം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇക്കാലത്ത് കേരളത്തിൽ ജീവിച്ചുകൊണ്ട്, ഇക്കാലത്തെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ആ വാക്കുകൾക്ക് എത്ര കണ്ട് ആഴത്തിൽ അത് ഖനനം ചെയ്തു പോകേണ്ടതുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് കാമ്പിശ്ശേരിയെ ഓർക്കുന്നത്. ആപത്തിന്റെ നിമിഷത്തിൽ നമുക്കൊക്കെ കയ്യെത്തിപ്പിടിക്കാൻ ഇത്തരം ചില ഓർമ്മകളേ ഉള്ളൂ. വാൾട്ടർ ബെന്യാമിൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതൊരു ആപത്തിന്റെ നിമിഷമാണ്. ആപത്തിന്റെ നിമിഷത്തിൽ നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ ഇത്തരം ചില ഓർമ്മകളാണ് വിപ്ലവകാരികളെ സംബന്ധിച്ച്, പുരോഗമന പ്രവർത്തകരെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ നമ്മൾ കയ്യെത്തിപ്പിടിച്ചേ കൂടൂ. അങ്ങനെ കയ്യെത്തിപ്പിടിക്കുന്ന ഒരു സന്ദർഭമാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അതിൽ പങ്കാളിയാവാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ വല്ലാത്ത അഭിമാനവും, അതിലേറെ ഞാൻ എൻ്റെ വീടിനെ, അകാലത്തിൽ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോയ എൻ്റെ അച്ഛനെയൊക്കെ ഓർക്കുകയാണ്. ഈ പേരുകളൊക്കെ പറയുമ്പം എനിക്ക് അച്ഛനെ ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ ഒരു തരത്തിലും വലിയ കമ്മ്യൂണിസ്റ്റായ, ഞാൻ അങ്ങനെയാ പറയുന്നത്, ഞാൻ കണ്ട വലിയ കമ്മ്യൂണിസ്റ്റിൽ ഒരാൾ എൻ്റെ അച്ഛൻ തന്നെ. അത്രയേറെ വിശാല ഹൃദയത്തോടുകൂടി, അത്രയേറെ മാനവബോധത്തോടുകൂടി, അത്രയേറെ ഉയർന്ന ചിന്തയോടുകൂടി ഞങ്ങളെയൊക്കെ വളർത്താൻ, ഞങ്ങളെയൊക്കെ ഒരുതരം ആർഭാടങ്ങളിൽ ഭ്രമിക്കാതെ ജീവിക്കാൻ ഒക്കെ ഞങ്ങളെ പ്രേരിപ്പിച്ച, പഠിപ്പിച്ച അച്ഛനൊക്കെ പകർന്നു കിട്ടിയത് ഈ മഹാമനുഷ്യരുടെ റിങ്ങേ കണ്ണിയിൽ ഒരു 14 മാസക്കാലം തൊപ്പിൽ ഭാസിയും ആർ ശങ്കരനാരായണൻ തമ്പിയും RP ശങ്കരമംഗലവും ഒക്കെ പൊളിച്ചിരുന്ന പള്ളിക്കാവിലെ വീട്ടിലെ പിൽക്കാലത്ത് അപ്പൂപ്പന്റെ ഡയറിയിൽ നിന്ന് വായിച്ചറിഞ്ഞ ഈ അറിവുകൾ ഞങ്ങളെയൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ആ ഉത്തരവാദിത്തത്തിന്റെ ഇങ്ങേപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാനിപ്പോ കാമ്പിശ്ശേരി എന്ന മഹാമനുഷ്യനെ അങ്ങനെ പറയേണ്ടതുണ്ട്, നമ്മൾ ഇക്കാലത്ത് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, അങ്ങനെ ഒരു മഹാമനുഷ്യനെ ഓർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഓർക്കാൻ ഇവിടെ ധാരാളം ഓർമ്മകളുള്ള ധാരാളം ആളുകളുണ്ട്. ഇവിടെ ചേച്ചി അടക്കം, റാഫി സാർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. മറിച്ച് നമുക്കൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ ഇതെങ്ങനെയാണ് ബാലപാഠമായത് എന്ന് നമ്മുടെ വർത്തമാനത്തിനിടയ്ക്ക് ഓർത്തു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജനാധിപത്യം എന്ന ഏക അവലംബത്തെ, ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന മഹാമനുഷ്യരുടെ, സാധാരണായ മനുഷ്യരുടെ ജീവിതത്തെ പോലും മുന്നോട്ട് നയിക്കാൻ ഇനി നമുക്ക് ആകെ കൈപ്പിടിയിൽ വെക്കാനുള്ള ഏക ആശയം ജനാധിപത്യം എന്ന ബോധ്യമാണ് എന്നിരിക്കെ, അത്തരം ബോധ്യത്തെ സ്വന്തം ജീവിതത്തിലുടനീളം
എഴുത്തിൽ മാത്രമൊന്നുമല്ല, എഴുത്തിലോ അഭിനയ ജീവിതത്തിലോ നിയമസഭാ സാമാജികൻ എന്ന ജീവിതത്തിലോ പത്രാധിപരെന്നോ എന്ന നിലയിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഉടനീളം അതങ്ങനെ തന്നെ പറയേണ്ടത്. അത് മോരും മുതിരയും പോലെ വേറിട്ട് പോകുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് മോരും മുതിരയും പോലെ വേറിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് അങ്ങനെ അല്ലാതെ ജീവിതത്തിൽ ഉടനീളം, അത് ജീവിതത്തിന്റെ എല്ലാ അടരുകളിലും ഉടനീളം അങ്ങനെ അതിനെ സ്വാംശീകരിച്ച് ജീവിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ വേണമെങ്കിൽ തുടരാമായിരുന്ന, വേണമെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ അങ്ങനെ തുടർന്നു പോകാമായിരുന്ന ഒരാള് എടുത്തൊരു തീരുമാനമാണ് പത്രപ്രവർത്തകനായി മാറുക എന്നത്. ഏത് സന്ദർഭത്തിലാണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മളത്. കേരളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഞാനൊരു കുറച്ചു കാലം ഒരു പത്രപ്രവർത്തക വിദ്യാർത്ഥി കൂടിയായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഇതൊക്കെ പഠിച്ചേ കൂടുള്ളൂ. അപ്പോ അന്ന് സ്വാഭാവികമായി പഠിച്ചു. പിന്നീട് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ, നമ്മളെ തന്നെ ഉരച്ചു നോക്കാൻ ആ ജീവിതം പഠിക്കുമ്പോൾ, അങ്ങനെ പത്രപ്രവർത്തകനായി തുടരുമ്പോൾ എത്ര കണ്ട് ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനപ്പുറം ഞാൻ എൻ്റെ വീട്ടിലെ വർത്തമാനങ്ങളിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ജനകത്തിന്റെ ഉള്ളിലെയും പുറത്തെയും ഒക്കെ ഒരുപാട് വൃത്താന്തങ്ങൾ അച്ഛന്റെയും പേരപ്പന്മാരുടെയും വല്യച്ഛന്മാരുടെയും വർത്തമാനങ്ങൾ ഞാൻ ധാരാളം തവണ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ബാലയുഗവും ജനയുഗവും ഒക്കെ ധാരാളമായി വായിച്ച ഒരാളാണ്. ജനയുഗത്തിന്റെ പല ലക്കങ്ങളും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ്. സിനിരമ എങ്ങനെയാണ് ചലച്ചിത്രത്തെ, അതും കേരളത്തിലെ ചലച്ചിത്രത്തിലെ നവസിനിമയുടെ ഒരു ഘട്ടത്തിൽ, ചലച്ചിത്രത്തിൽ കാര്യമായ പരിഷ്കരണം, വലിയ പരിവർത്തനം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോ ചലച്ചിത്ര വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വായിക്കേണ്ടുന്ന ഒന്നാണ്. എങ്ങനെയാണ് ചലച്ചിത്രത്തെ ഒരു പ്രസിദ്ധീകരണം ഏറ്റെടുക്കുന്നത് എന്ന്, എങ്ങനെയാണ് ലോക സിനിമയെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് എന്ന്. പ്രത്യേകിച്ച് കൊല്ലം പോലെ ഒരു പ്രദേശത്തിന് തീർച്ചയായിട്ടും അതിനൊരു വേരുകളുണ്ട്, ധാരാളമായ വേരുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്ത് നിന്നുകൊണ്ട് സിനിരമ എന്ന പ്രസിദ്ധീകരണം, ഇപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും കയ്യിലൊക്കെ കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും മീഡിയ അക്കാദമിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ വായനശാലകളിലോ ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ചില പഴയ പതിപ്പുകൾ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് സിനിമയുടെ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ലിറ്ററസിയിലേക്ക്, വിഷ്വൽ സെൻസിബിലിറ്റി എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടതെന്ന് മലയാളിയെ പഠിപ്പിച്ചു കൊടുത്ത, മലയാളിയെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു പ്രസിദ്ധീകരണം എന്ന നിലയിൽ അതിനൊക്കെ ആരാണ് ബീജാഭാവം ചെയ്തതെന്ന് നമുക്കിപ്പോൾ അറിയാം. പിൽക്കാലത്ത് നമ്മൾ വായിച്ചും അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് നടന്നവർക്ക് നമുക്ക് നല്ല ബോധ്യമുണ്ട്. വാസ്തവത്തിൽ ആ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ നമ്മൾ വായിക്കേണ്ടത്. എങ്ങനെയാണ് കാഴ്ച, ഈ നൂറ്റാണ്ട് കാഴ്ചയുടെ പോയ്മയുടെ നൂറ്റാണ്ടാണ്. എല്ലാം ദൃശ്യം ആയി മാറുന്ന, ദൃശ്യതയിലേക്കും ദൃശ്യപരതയിലേക്കും എല്ലാം പോവുകയും ഒരാശയങ്ങളും നമ്മളെ തൊലിപ്പുറത്ത് പോലും തട്ടാതെ പോവുകയും ഒന്നിലേക്കും ആഴങ്ങളിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് സിനിരമ ഒരേ സമയം മലയാള ചലച്ചിത്രങ്ങളെയും ഇന്ത്യൻ ചലച്ചിത്രങ്ങളെയും പരിചയപ്പെടുത്തുക മാത്രമല്ല, ലോക സിനിമയുടെ സംവേദനക്ഷമതയെ, ലോക സിനിമ മുന്നോട്ട് വെച്ച ഭാവുകത്വ മണ്ഡലത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു പ്രസിദ്ധീകരണം എന്ന നിലയിൽ അത് തീർച്ചയായിട്ടും അടുത്ത തലമുറ ചലച്ചിത്രകാരന്മാരെ എത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അവരിൽ പലരും, നേരത്തെ സൂചിപ്പിച്ച സാറടക്കം, അടൂരടക്കമുള്ളവരുടെ എഴുത്തുകളിൽ നമ്മൾ പിൽക്കാലത്ത് വായിക്കുകയാണ്. പിന്നെ നമ്മൾ എന്റെയൊക്കെ തലമുറയ്ക്ക് 59 കഴിഞ്ഞു, എന്റെയൊക്കെ തലമുറ വായിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂടുതലും. അത് നമ്മൾ വായിക്കുമ്പോഴാണ് ഈ പ്രസിദ്ധീകരണങ്ങൾ എന്ത് ചെയ്തു, കേരളത്തിലെ ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ, ജനയുഗം അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ എങ്ങനെയാണ് മതനിരപേക്ഷ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ, പഴയ ജനയുഗവും പഴയ മാസികയും ഒക്കെ മറിച്ചു നോക്കാം നമുക്ക്. ഇക്കാലത്ത് നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നല്ല ബോധ്യമുണ്ട് എത്രമാത്രം കോംപ്രമൈസ് വേണ്ടി വരുന്നു പരസ്യങ്ങളിലടക്കം എന്ന കാലത്ത്. എങ്ങനെയാണ് പഴയ ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ച കൃതികൾ ഏതൊക്കെയായിരുന്നു, ശാസ്ത്രലോകത്തിന് കൊടുത്ത പ്രാധാന്യം. എത്ര മുമ്പ് ഞങ്ങൾ സ്ത്രീകള് വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാലമുണ്ട്. സ്ത്രീകളുടെ മനസ്സ്, അതും കാമ്പിശ്ശേരി ആ മനസ്സിലേക്ക് മാറിക്കൊണ്ട്, സ്ത്രീകളുടെ മനസ്സിലേക്ക് മാറിക്കൊണ്ട് മറ്റൊരു പേരിൽ എഴുതുന്ന ആ കോളം, അതിലെ ചില കോളങ്ങളൊക്കെ ഞാൻ എൻ്റെ പഠനാവശ്യത്തിന്, പ്രത്യേകിച്ച് ആനന്ദി കേരളത്തിലെ വീട്ടമ്മവൽക്കരണത്തെ കുറിച്ചൊരു പുസ്തകം എഴുതുമ്പോൾ ഈ കോളങ്ങൾ എടുത്ത് സൂക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന മറുപടി, ഹാവ്ലോക്ക് എല്ലിസിനെ വരെ വായിച്ചു പഠിച്ചുകൊണ്ട്, വെറുതെ മറുപടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും വിചാരം സാധാരണ സ്ത്രീയുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഒരു നിസ്സാര പ്രശ്നത്തിന് മറുപടി കൊടുക്കാൻ നിത്യവ്യവഹാരത്തിൽ ധാരാളം അറിവുണ്ടല്ലോ എന്നാണ്. അങ്ങനെയല്ല. ഏറ്റവും ആധുനികമായ മനഃശാസ്ത്ര തത്വങ്ങളെ പഠിച്ചുകൊണ്ട് കൊടുത്ത മറുപടി, ആ മറുപടികൾ അക്കാലത്ത് ഒരുപടിയായ മനുഷ്യർക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈനംദിനം കാണുന്ന ഈ ദുരന്ത കാഴ്ചകളില്ലാത്ത ഒരു കാലത്തെ, ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു കേരളത്തിൽ, അങ്ങനെ ഉണ്ടാകാൻ പാകത്തിനുള്ളൊരു
ആഗോള സാഹചര്യം, വ്യവസായ വിപ്ലവത്തിന്റെ ആ ഘട്ടത്തിന് അനന്തരമായിട്ട് പുതിയ നവമുതലാളിത്തത്തിന്റെ ഒരു ഘട്ടത്തില് വളരെ തുറസായിട്ടുള്ളൊരു വ്യവസായ കാലത്ത് അങ്ങനെയൊക്കെ പോകാമായിരുന്ന ഒരു കേരളത്തില് അങ്ങനെ അല്ലാതെ മനുഷ്യരെ പിടിച്ചു നിർത്തിയത് ടീച്ചർ എഴുതുന്നുണ്ട്, ലീലാവതി ടീച്ചർ എഴുതുന്നുണ്ട്. 70കളും ഒക്കെ ഇന്ത്യയിലെമ്പാടും എഴുത്തുകാരികൾ അത്ര കണ്ട് ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ 1965 ജനുവരി 18 നമ്മളോട് വിട പറഞ്ഞു പോയ രാജലക്ഷ്മിക്ക് അപ്പുറത്തേക്ക് അത്തരം സ്വയംഹത്യകളിലേക്ക് മലയാളത്തിലെ എഴുത്തുകാരികൾ പോകുന്നില്ല. സൂക്ഷ്മമായി പഠിക്കണം നമ്മൾ. അങ്ങനെ പോകാത്ത അതിന്റെ തുടർച്ചയിൽ എങ്ങനെയാണ് അതിന് സമാന്തരമായിട്ടൊരു പ്രസിദ്ധീകരണം ഇത്തരം ചോദ്യങ്ങളിലേക്ക് വരുന്നത്? ഒരു ശരാശരിയായ സ്ത്രീകളുടെ സാധാരണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് പിന്നീട് കേരളത്തിന് പുറത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു കുടുംബം കാണാൻ വരുമ്പോ എങ്ങനെയാണ് അദ്ദേഹം ജനീവ ഓഫീസിലെ തങ്കമ്മ എന്ന ചേച്ചിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് താനല്ല എന്ന് വരുത്തി തീർത്ത് അവരുടെ മുമ്പിൽ പോകുന്നത് എന്നുള്ളത്. ഒരു കുട നഷ്ടപ്പെട്ടിട്ട്, ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഒരു കുട നഷ്ടപ്പെട്ടിട്ട് ഒരു പൊതുസ്ഥലത്ത് ഒരു പൊതുയോഗത്തിൽ ഒരു കുട പോയിട്ട് ആ കുടയ്ക്ക് പിന്നാലെ പോകുന്ന, പഴയ ഒരു പെൻസിലിന് പിന്നാലെ പോകുന്ന ഗാന്ധിജി നടന്നത് മാതിരി ഒരു കുടയ്ക്ക് പിന്നാലെ നടന്ന് തന്റെ ഒരു കുട തിരിച്ചു പിടിക്കാനുള്ള, ആ കുട സൂടൻ എന്ന കൂട്ടുകാരൻ പിന്നെ തിരിച്ചു കൊടുക്കാതെ, പൊതുസ്ഥലത്തുനിന്ന് തിരിച്ചു കൊടുക്കാതെ അതിന്റെ പിന്നാലെ പോയ കാമ്പിശ്ശേരി, ഇങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് ഈ സൂക്ഷ്മതകൾ, ഇത്രയും സൂക്ഷ്മാനുഭവങ്ങൾ, അതിസൂക്ഷ്മമായ ജീവിതത്തിന്റെ ഇടപെടലുകൾ, സൂക്ഷ്മമായ ജീവിതത്തിലെ ഇടപെടലുകളിൽ കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയ ജാഗ്രത, കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയ നൈതികത, കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികത, ഇത് എല്ലാവരിലും ഇല്ല എന്നുള്ളതും നമ്മള് ഇനിയിപ്പോ നമുക്ക് ഒരാൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഈ പറഞ്ഞ എല്ലാ ശീർഷകങ്ങളും നമുക്ക് ഒരാൾക്ക് ഏറ്റുവാങ്ങാൻ കഴിയുമോ എന്നൊക്കെ ഇക്കാലത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് പേർക്ക് കൂടി ഇതിലെ പല അംശങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് എനിക്ക് സംഘടന തന്നൊരു പാഠമാണ്, സംഘടനാ പ്രവർത്തനം തന്നൊരു പാഠമാണ്. ഇങ്ങനെ ഒരാള് ഈ രീതിയിൽ അത്രയും മൂർത്തമായ, അങ്ങനെ പറയേണ്ടതുണ്ട്. നമുക്ക് ഈ ഭൂതകാലത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അതിഭാവുകത്വത്തിന്റെ അമൂർത്തതയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ അമൂർത്തതകളല്ല നമുക്ക് കമ്പിശ്ശേരി മുന്നോട്ട് വച്ചിരിക്കുന്നത്, മൂർത്തതകളാണ്. ജനാധിപത്യത്തിന്റെ വിടവുകളിൽ, ജനാധിപത്യപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ, രൂപപ്പെടുന്നതിൽ ഏതേതിടങ്ങളിലൊക്കെ വിടവുകൾ ഉണ്ടാകുന്നോ അവിടെയൊക്കെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ പ്രതിലോമമായ ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു കാലത്ത് തികച്ചും പ്രതിലോമകരമായ എല്ലാത്തരം ആശയങ്ങളെ സമകാല ഇന്ത്യ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ വിടവുകളിലും, ഏതേതിടങ്ങളിലൊക്കെ വിടവുകളുണ്ടോ, കട്ടറുകളുണ്ടോ അവിടെയൊക്കെ തന്നെ രൂപപ്പെടുത്തുന്ന, ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരടക്കം രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ എങ്ങനെയാണ് വളരെ കുടിലവും വ്യാജവും സൂക്ഷ്മവുമായ വഴികളിലൂടെ നമ്മളുടെ ഇടയിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഇന്ധനം പകരുന്ന, മുന്നോട്ട് പോകുന്ന ചാലകശക്തിയായി നിൽക്കുന്ന കമ്പിശ്ശേരിയെ പോലുള്ള ഓരോ ഓർമ്മകൾ, കമ്പിശ്ശേരിയെ പോലെയുള്ള മഹാമനുഷ്യർ നമുക്ക് തന്ന ഇടപെടലുകൾ, ആ ജാഗ്രതകൾ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ആമുഖമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. ജനാധിപത്യം നമ്മളൊക്കെ കാണുന്നത് പോലെ, നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഇന്ത്യൻ ജനാധിപത്യം ശൈശവദശയിലാണെന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല എന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. ഡെമോക്രസിയെ കുറിച്ച് ആലോചിക്കുന്ന ലോകത്തെ എല്ലാ വലിയ രാജ്യങ്ങളും ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോഴും ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോഴും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നില്ല. ജനാധിപത്യം എന്ന് പറയുന്ന ആശയം അടക്കം ഇങ്ങനെ പൂർണ്ണത തേടുക മാത്രമാണ്. അങ്ങനെ അതിലേക്ക് എത്താനുള്ള പ്രയാണത്തിലാണ്. അപ്പൊ അത് ശൈശവദശയിൽ നിൽക്കുന്ന, ശിശുപ്രായത്തിൽ നിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ നേടിയെടുത്ത ജനാധിപത്യപരമായ അവകാശങ്ങളെ അടക്കം ഉന്മൂലനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് പോംവഴി, എന്താണ് അതിന്റെ മുന്നോട്ട് പോക്കിന്? ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമുക്ക് നാളേക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് അപ്പുറത്തേക്ക്, അടുത്ത തലമുറയ്ക്ക് ഇതിലും മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കാൻ ഉള്ള ആശയങ്ങൾ ഒരുക്കി കൊടുക്കാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് നമുക്ക് ഇവരുടെയൊക്കെ ജീവിതം, കമ്പിശ്ശേരിയിലടക്കമുള്ളവരുടെ ജീവിതം നമുക്ക് പാഠപുസ്തകമായിട്ട് നിൽക്കുന്നത്. ജനാധിപത്യം വേഴ്സസ് ഫാസിസം എന്ന നിലയിലേക്ക് വേണമെങ്കിൽ നവഫാസിസം എന്നൊക്കെ ഇപ്പൊ ഏതാണ്ട് അംഗീകരിച്ച മട്ടിൽ മാധവൻ കൃത്യമായിട്ടൊരു 10 കൊല്ലം മുമ്പ് എഴുതിയത് ഞാനിപ്പോ ഓർക്കുകയാണ്. 10 കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതിയിരുന്നു, ഇന്ത്യയിലെ ഫാസിസം അതിന്റെ പൂർണ്ണ വളർച്ച എത്തിയിരിക്കുന്നു എന്ന്. കേരളം ഒഴികെയുള്ള മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് ജീവിച്ച, പ്രത്യേകിച്ച് ഏറെക്കാലം ബീഹാറിൽ ജീവിച്ച ഒരാള് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു, അതിന്റെ പൂർണ്ണ വളർച്ച എത്തിയിരിക്കുന്നു. നമ്മളിപ്പോഴും അംഗീകരിച്ചിരുന്നില്ല, ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ ഫാസിസം എന്താണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്.
ജനാധിപത്യത്തെക്കുറിച്ച് ഓർക്കുന്ന അതിന്റെ ബൈനറിയിൽ എപ്പോഴും ഫാസിസത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നിരന്തരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള. ജനാധിപത്യത്തിന്റെ മുറികളിൽ തന്നെ ഫാസിസത്തിനൊരു ജനാധിപത്യത്തിന്റെ ഉള്ളിൽ തന്നെ ഫാസിസം ഒരു മുറി സൂക്ഷിക്കുന്നുണ്ട് എന്നത് വിഖ്യാതമായ ഒരു പ്രസ്താവം മാത്രമല്ല, ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഫാസിസ്റ്റ് ലക്ഷണങ്ങളെ കുറിച്ച് ഉപ്പർട്ടോയൊക്കെ 13 ലക്ഷണങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. ഫാസിസത്തെ സംബന്ധിച്ച് നിർവചനങ്ങൾ അദ്ദേഹം രൂപീകരിക്കുന്നു. ഉപ്പർട്ടോയൊക്കെ മറ്റു കാര്യങ്ങൾ നമുക്ക് വിയോജിക്കാം. പക്ഷേ 13 ലക്ഷണങ്ങൾ അദ്ദേഹം പറയുന്നതിൽ ഇന്ത്യയിൽ ഇനി സാധ്യമാകാനുള്ളത്, മാധവന്റെ ലേഖനം അവസാനിക്കുന്ന അങ്ങനെയാണ്. എൻ എസ് മാധവന്റെ ലേഖനം അവസാനിക്കുന്നത് ഇന്ത്യയിൽ ഇനി 2 ലക്ഷണങ്ങൾ മാത്രമേ പൂർത്തിയാകാനുള്ളൂ. ഒന്ന്, തെരഞ്ഞെടുപ്പ് അട്ടിമറി. 2, പട്ടാളത്തിന്റെ പൂർണ്ണ അധികാരം. ഈ രണ്ട് ഒഴികെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് ഘടകങ്ങൾ. ഒന്ന്, മതത്തെ ആയുധമാക്കുക എന്നുള്ളത്. 2, ബുദ്ധിജീവികളുടെ നാവ് അരിയുക അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. 3, ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുക എന്നുള്ളത്. ജനാധിപത്യം എന്ന് പറയുന്ന മഹാ ആശയത്തെ അപരത്വത്തെ കൂടി അംഗീകരിച്ചുകൊണ്ട്, അതേർനെസ്സിനെ കൂടി അംഗീകരിച്ചുകൊണ്ട്, അപരാഭിപ്രായങ്ങളെയും ഭിന്നാഭിപ്രായങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള അപ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്ന ഭൂരിപക്ഷം സാങ്കേതികമായി യാന്ത്രികമായി ഭൂരിപക്ഷം ജനാധിപത്യമല്ല. ഭൂരിപക്ഷം ജനാധിപത്യമല്ല. ജനാധിപത്യത്തെ കുറിച്ചും വളരെ മനോഹരമായ നിർവചനം റെമൺ വില്യംസ് എക്കാലത്തെയും മനോഹരമായ നിർവചനം അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ 100 ചുള്ളിക്കമ്പുകൾ എടുക്കൂ. മനോഹരമായൊരു മെറ്റഫറാണ്. 100 നിങ്ങൾ ചുള്ളിക്കമ്പുകൾ എടുക്കൂ. അതിൽ ഒരു ചുള്ളിക്കമ്പ് പുറത്തേക്ക് വളഞ്ഞൊടിഞ്ഞിരിക്കുന്നു എന്ന് കരുതൂ. ഒരു ചുള്ളിക്കമ്പ് പുറത്തേക്ക് വളഞ്ഞൊടിക്കുന്നു എന്ന് വിരിക്കും. കുട്ടികളോട് ചോദിക്കുന്നതാണ്, എന്ത് ചെയ്യും നമ്മൾ? 100 കമ്പുകളിൽ ചൂല് കൂട്ടുമല്ലോ നമ്മള് ഞങ്ങളുടെ പ്രധാന ആയുധമാണല്ലോ കുറ്റിച്ചൂല്. അത് 100 എണ്ണം അടുക്കി കെട്ടിയാൽ അതിൽ ഒരെണ്ണം പുറത്തേക്ക് ഇരുന്നാൽ നമ്മൾക്ക് എന്താ ചെയ്യാം? സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരെണ്ണത്തിനെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി 20 കൂടെ കെട്ടി ഞങ്ങള് തുറപ്പയാണല്ലോ. നല്ല പ്രയോഗം അത്. അതാ ചെയ്യുന്നത് നമ്മൾ. വളഞ്ഞിരുന്നാൽ ഒന്നുകിൽ അതിനെ എടുത്ത് കളയും, അതല്ലെങ്കിൽ ഒടിഞ്ഞ ഭാഗം ഒടിച്ചു കളഞ്ഞിട്ട് ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ എന്ന് വെക്കും. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ആ 100 ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെക്കുമ്പോൾ ഒരു ചുള്ളിക്കമ്പ് പുറത്തേക്ക് ഇരുന്നാൽ അതവിടെ ഇരുന്നോട്ടെ. ബാക്കി 99 പേർക്കും ഒന്നിച്ച് നിന്നോട്ടെ. അതിനും കൂടി അവിടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നതിന്റെ പേരാണ് ജനാധിപത്യം. ആ ചുള്ളിക്കമ്പിനെ ഒടിച്ച് പുറത്തേക്ക് കളയുകയും ബാക്കി 99 എണ്ണം ചേർത്ത് കെട്ടിവെച്ച് ആരുടെങ്കിലും തലക്കടിക്കാനെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഫാസിസം. എത്ര സൂക്ഷ്മതയിലാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ സാങ്കേതികമായ ഭൂരിപക്ഷം എന്ന് വിളിക്കുന്ന ആ ആശയത്തെ അല്ല നമ്മൾ ജനാധിപത്യം എന്ന് സമകാലത്ത് കാണുന്നത്. സമകാല ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയെ കുറിച്ചുള്ള സൂക്ഷ്മചിത്രങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ എന്ന നിലയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം മതവർഗീയത അതിന്റെ എല്ലാ ആവരണങ്ങളും ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നു. അതിന്റെ എല്ലാ ആവരണങ്ങളും ഉപേക്ഷിച്ച് ഒരു ലേശ ഉളുപ്പ് എന്ന് പറയുമല്ലോ, എല്ലാം കാണിക്കാനുള്ള ആ ഉളുപ്പ്, അവസാനത്തെ ഉളുപ്പ് ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞൊരു കാലത്താണ് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാള് ഒരു ജനാധിപത്യ സമൂഹത്തെ സ്വപ്നം കാണുന്നെങ്കിൽ, ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ശരാശരി പൗരയോ വാക്ക് വളരെ പ്രധാനമാണ്, ഭാഷ വളരെ പ്രധാനമാണ്. കാമ്പിശ്ശേരിയുടെ ഓർമ്മയിലാണ് നിൽക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഭാഷയെക്കുറിച്ച്. പ്രത്യേകിച്ച് ഭാഷ വളരെ പ്രധാനമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ വയലാറ് വന്നിട്ട് ഒരു കവിതയിൽ ഒരു വാക്ക് തിരുത്തിയതിനെ കുറിച്ച് ഞാൻ എഴുതി വായിച്ചിട്ടുണ്ട്. അതിലൊരു വാക്ക് ജനയുഗത്തിൽ വന്ന് കയറിയിട്ട് കവിത കൊടുത്തിട്ട് ഒരു തെറി അത്രേ പറഞ്ഞത്. കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ആ വാക്ക് വളരെ മനോഹരമായ ഒരു മലയാളത്തിൽ അതിനെ ആക്കി കൊടുത്തതിനെ കുറിച്ച് വയലാറിന്റെ ഓർമ്മക്കുറിപ്പിൽ നമ്മൾ വായിക്കുന്നു. അത് സാബുകോട്ടുകളുടെ ഈ പുസ്തകത്തില് കാമ്പിശ്ശേരിയെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ അതിമനോഹരമായ ഒരു ജീവചരിത്രമാണ്. എന്റെ കയ്യിലുണ്ട്. ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും ഉപകാരമാകുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ONV അതിമനോഹരമായൊരു ഓർമ്മ കവിതയും. അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് വാക്ക് വളരെ പ്രധാനമാണ് ഇക്കാലത്ത്. വാക്കിന്റെ ഉള്ളറിഞ്ഞിടാവും എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വാക്ക് വളരെ സൂക്ഷ്മതയിൽ പ്രയോഗിച്ചില്ലെങ്കിൽ അതിന്റെ നേരെ വിരുദ്ധാർത്ഥത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. അതിനാൽ ഈ 99 എണ്ണം ചേർന്നിരിക്കുന്ന ഒരു ജനാധിപത്യ ബോധ്യം, ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യം പുലരണമെന്ന്, ജനാധിപത്യ സമൂഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരാള് എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം വർഗീയതയെ സംബന്ധിച്ച ഈ രാഷ്ട്രീയ നിലപാടുകളാണ്. എങ്ങനെയാണ് വർഗീയതയെ അതിന്റെ സൂക്ഷ്മതലത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന
പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസ് രൂപപ്പെടുത്തുന്നത് ചോദിച്ചാൽ ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക വർഗീയ പാർട്ടി ഒരു രാജ്യം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ വർഗീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോൾ അതിനെ ഭരണകൂടം എന്ന് തന്നെ വിളിക്കേണ്ടതുണ്ട്. കാരണം അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണക്രമം മാത്രമല്ല, ഭരണകൂടത്തിന്റെ പൊളിറ്റിക്കൽ അപ്പാരറ്റസ് മുഴുവൻ, ഐഡിയോളജിക്കൽ സ്റ്റാറ്റ് അപ്പാരറ്റസ് മുഴുവൻ, പ്രത്യയശാസ്ത്ര ഉപകരണങ്ങൾ മുഴുവൻ അതിഗംഭീരമായി, അങ്ങനെ തന്നെ പറയട്ടെ, അതിഗംഭീരമായി ഒരു ജനതയെ പല തട്ടുകളിലാക്കാൻ പ്രയോഗിക്കുന്ന രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ മാത്രമല്ല വർഗീയത വിപത്തായി മാറുന്നത്. നമ്മുടെ ഇടയിൽ, നമ്മുടെ പ്രബുദ്ധരെന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ അരിച്ചരിച്ച് ചെറിയ പാദചലനങ്ങളോടുകൂടി ഇങ്ങനെ കടത്തിവിടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു 15-20 കൊല്ലം മുമ്പ് ഞാൻ അഹമ്മദാബാദ് എന്ന സ്ഥലത്ത് പോകുമ്പോൾ അഹമ്മദാബാദ് എന്ന നഗരത്തിന് എഴുതി വെച്ചിരിക്കുന്ന പേര് അഹമ്മദാബാദ് എന്ന് തന്നെയായിരുന്നു. ഹിന്ദിയിൽ അഹമ്മദാബാദ് ഉണ്ട്, ഇംഗ്ലീഷിൽ അഹമ്മദാബാദ് ഉണ്ട്, അവരുടെ ഭാഷയിൽ അഹമ്മദാബാദ് ഉണ്ട്. ഇത് മൂന്നും അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ കണ്ണിലെ കണ്ട കാഴ്ചയാണ്. പിന്നീട് ഒരു 4-5 കൊല്ലത്തിന് ഇപ്പുറം അവിടെ ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ പോയതാണ്. അക്കാദമിക് പർപ്പസ്, ഇച്ചിരി എഴുത്തും ഇച്ചിരി വായനയൊക്കെ ഉള്ളത് കൊണ്ട് അക്കാദമിക് ജോലികളുടെ ഭാഗമായിട്ട് പോയതാണ്. ഒരു 4-5 കൊല്ലത്തിനകം ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അഹമ്മദാബാദിന്റെ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് മാറിയിരിക്കുന്നു, ഹിന്ദിയിലെ ലെറ്റേഴ്സ് മാറിയിരിക്കുന്നു. മറ്റേത് എന്താണെന്ന് എനിക്ക് അറിയില്ല, അവിടെ എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു ഭാഷ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ വായിച്ചത് അഹമ്മദാബാദ് എന്നാണ്. അഹമ്മദാബാദ് വളരെ നിഷ്പ്രയാസം ചരിത്രപ്രസിദ്ധമായ അഹമ്മദാബാദ് എത്ര പെട്ടെന്ന് അഹമ്മദാബാദ് നമുക്കൊക്കെ അറിയാം മാങ്ങയാണ്, ധാരാളം മാങ്ങയുള്ള സ്ഥലമാണ്. വല്ല കുഴപ്പമുണ്ടോ? ഈ ചരിത്രം ഉറങ്ങുകയല്ല, വാസ്തവത്തിൽ ചരിത്രം ഉള്ള, നമ്മളെപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വികല പ്രയോഗമാണ് ചരിത്രം ഉറങ്ങുന്ന, അനൗൺസ് ചെയ്യാൻ നല്ല പ്രയോഗമാണ് അത്. പക്ഷെ അതാണ് കുഴപ്പവും. ചരിത്രം ഉറങ്ങേണ്ടതല്ല, ചരിത്രം ഓരോ നിമിഷവും ഉണർന്നിരിക്കേണ്ടതും തുറന്ന കണ്ണുകളോടെ, നല്ല കണ്ണുകളോടെ സദാസമയം ഉണർന്നിരിക്കേണ്ടതിന്റെ പേരാണ് ചരിത്രം. അത് ഇന്നലത്തേതല്ല, ഇന്നത്തേതും നാളേക്ക് തുറന്നു വെച്ച വാതായനം കൂടിയാണെന്ന് ഓർക്കാത്തതാണ് ഈ പറഞ്ഞ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്കും അരിച്ചരിച്ച് കടന്നു വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അഹമ്മദാബാദ്, മനോഹരമായ അഹമ്മദാബാദ്, സംശയമൊന്നുമില്ല, ധാരാളം മാങ്ങകളുള്ള സ്ഥലമാണ്. അങ്ങനെ മാങ്ങകളുടെ നഗരമായി മാറുന്നു ചരിത്രപ്രസിദ്ധമായ അഹമ്മദാബാദ് പൊടുന്നനെ മാങ്ങകളുടെ നഗരമായി മാറുന്നു എന്നത് അത്ര നിഷ്കളങ്കമല്ല. വനനിയമം ഗിരിനിയമം ആകുന്നത് കാണേണ്ടതുണ്ട്. അതിന് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം തന്നെ വേണ്ടതില്ല. ഒരു ഭരണകൂടം അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ വാക്കിനപ്പുറം എനിക്ക് എൻ്റെ കയ്യിൽ വേറൊരു വാക്കില്ല, ഉളുപ്പ് എന്നൊരു സാധനമുണ്ട്. അത്ര അങ്ങനെ തുറന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഒരു നാണവും കൂടാതെ ഒരു നിർബാധം ആരുടെ മുമ്പിലും പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് 14 വീണ്ടും 21 എത്തുമ്പോൾ മാറുന്നു എന്നുള്ളത് ജനാധിപത്യം എന്ന വാക്കിനെ കടക്കൽ വെക്കുന്ന കത്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ്. അതിന് ഭരണകൂടം നേരിട്ട് നടത്തുന്ന, നേരത്തെ പറഞ്ഞ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിന്റെ അവസാനത്തെ ടൂളും, പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളുടെ അവസാനത്തെ ടൂളും, ഭരണത്തിന്റെ പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളുടെ അവസാന ടൂള്, അത് ഭാഷയാകാം, അത് ഭക്ഷണമാകാം, മനുഷ്യർ കഴിക്കുന്ന ആഹാരമാകാം, മനുഷ്യരുടുക്കുന്ന തുണിയാകാം, അങ്ങനെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മതലം പോലും. അപ്പോഴും നമ്മളിവിടെ സംശയത്തിലാണ്. തുലാസിന്റെ 2 തട്ടിൽ സംസ്കാരം എന്നതിനാണോ തൂക്കം, രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനാണോ തൂക്കം കൂടുതൽ എന്നുള്ള സംശയത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നും കൂടി ചേർത്ത് വെച്ച് കാണേണ്ടതുണ്ട്. പറഞ്ഞു വെക്കുന്നത്, ഒരു നഗരത്തിന്റെ പേര് അതിനിഷ്കളങ്കമായി മാറുകയല്ല ചെയ്യുന്നത്. പിന്നീട് ഒരു 8 കൊല്ലത്തിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ വർത്തമാനം, അവിടെ ചില സമുദായ അംഗങ്ങൾക്ക് താമസിക്കാനേ കഴിയുന്നില്ല. അവിടുത്തെ ഹൗസിംഗ് കോളനികളുള്ള സ്ഥലത്ത് ചില സമുദായക്കാര് ഇല്ല, അവരെങ്ങോട്ട് പോയി എന്നും അറിയില്ല, അവരെങ്ങോട്ടോ പോയി, അവരില്ല അവിടെ. അവർക്ക് കഴിയാത്ത വിധത്തിൽ മനോഹരമായ മാങ്ങകളുടെ നഗരത്തെ അതിവേഗം മാറ്റിയെടുത്തു. രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെ സൂക്ഷ്മത പേരുമാറ്റം മാത്രമല്ല, മാങ്ങ എന്ന് പറയുന്ന ദൈനംദിന ജീവിതത്തിൽ അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? മാങ്ങകൾ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്ഥലത്തിന്റെ പേര് മാങ്ങകളുടെ നഗരമെന്നായ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏത് പേരിന് പകരം എന്നതാണ് ചോദ്യം. അങ്ങനെ മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായ ഒരു പ്രതീകത്തെ, നമുക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു പ്രതീകത്തെ,
ആ പ്രതീകത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ പ്രത്യേകിച്ചും ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളെ നമ്മൾ പെട്ടെന്ന് വീണുപോകും. അങ്ങനെയുള്ള ഒരു ഉപാധി, അത്തരം ഒരു പ്രതീകത്തെ, അത്തരം ഒരു റെപ്രസെന്റേഷനെ, പ്രതിനിധാനത്തെ പ്രയോഗിച്ചുകൊണ്ട് ഭരണകൂടം നിർവഹിക്കുന്ന രാഷ്ട്രീയ വ്യവഹാരങ്ങൾ ഒരു ഭാഗത്തെങ്കിൽ സൂക്ഷ്മമായിട്ട് സാംസ്കാരിക മണ്ഡലത്തിലെ ഇടപെടലുകൾ എങ്ങനെ നടക്കുന്നു. പഴയ ജനയുഗമൊക്കെ ഓർക്കാം നമുക്ക്. പുതിയ കാലത്ത് ഒരു 75-ന് ശേഷമുള്ള കേരളത്തിലെ പത്രമാധ്യമങ്ങൾ, ടി കെ രാമേന്ദ്രൻ, നമ്മളോട് അകാലത്തിൽ വിട പറഞ്ഞു പോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിലോസഫി അധ്യാപകനായിട്ടുള്ള ടി കെ നിരവധിയായ ലേഖനങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നിരവധി ലേഖനങ്ങളിൽ മാഷ് ഒരു വർഷം നീണ്ട പഠനമുണ്ട്. മാഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ജനയുഗമാണ് മാഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടി.കെ.ആറിന്റെ ക്ലാസ് മുറിയിൽ ഇരിക്കാത്ത വിദ്യാർത്ഥിനിയാണ് ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ അധ്യാപകരുടെ പിന്നാലെ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് മാത്രമാണ്. കൊല്ലം എസ് എൻ കോളേജിൽ അങ്ങനെയുള്ള അധ്യാപകരെ കിട്ടി എന്നുള്ളത്, വിജയമാഷെ പോലെ ഒരാളെ അങ്ങനെ കിട്ടി എന്നുള്ളത്, സോമദാസ മാഷെ പോലെ ഒരാളെ അങ്ങനെ കിട്ടി എന്നുള്ളത്, ടി.കെ.ആറിനെ പോലെ ഒരു അധ്യാപകരെ ക്ലാസ് മുറിയിൽ ഇരിക്കാതെ അങ്ങനെ ഒരു അധ്യാപകന്റെ പിന്നാലെ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു എന്തോ ചില വെളിച്ചങ്ങൾ തരാൻ സഹായകമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഉള്ളിൽ. അതൊക്കെ ടി.കെ.ആർ പറയുന്നുണ്ട് ആ 75-ന് ശേഷമുള്ള നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ, ഞാൻ പ്രസിദ്ധീകരണങ്ങളുടെ പേര് പറയുന്നില്ല, അത് ഇഷ്ടമല്ല, ശരിയല്ല, നമ്മളെല്ലാവരും കാണുന്ന പ്രസിദ്ധീകരണങ്ങൾ, അതിന്റെ ആവശ്യമില്ല, അതറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 72, 73, 74, 75 ഇങ്ങനെ എല്ലാ വർഷത്തെയും ഈ പ്രസിദ്ധീകരണങ്ങളിലെ പരസ്യങ്ങൾ, ദൈനംദിനം വരുന്ന പരസ്യങ്ങളുടെ ഒരു കണക്ക് മാഷ് എടുക്കുന്നുണ്ട്. ദൈനംദിന പരിപാടികളുടെ കണക്കെടുക്കുന്നുണ്ട്. ഇതില് മാഷ് പറയുന്നുണ്ട് തൊഴിലാളി സംഘടനകളുടെ, സാംസ്കാരിക സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം മീറ്റിങ്ങുകളും യോഗങ്ങളും അതിന്റെ അനുസ്മരണങ്ങള് ഇമാതിരി പരിപാടികളൊക്കെ ആയിരുന്നു ഒരു 75 വരെ നമ്മുടെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഈ പ്രാദേശിക കോളത്തിലെ പ്രാദേശിക വാർത്തകളാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വിചാരിക്കുന്നത് തിരിച്ചാണ്. പത്രത്തെ പ്രവർത്തിയെടുക്കുന്നവർക്ക് പൊതുവാർത്തയാണ് പ്രധാനം, അതാണ് ഇവർ കാണുക. പക്ഷെ ആ പ്രാദേശിക പേജ് അതിവിദഗ്ധമായി മതപരമായ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമായി മാറ്റിവെച്ച 70കളുടെ മധ്യത്തെ മാഷൊരു സൂചനയോടെ നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട്, അവൻ ലേഖന മാഷ് അവസാനിപ്പിക്കുന്നത് വിപ്ലവകാരിക്ക് ഭൂതകാലത്തെ കണക്കെടുപ്പുകൾ, വിപ്ലവകാരിയായ ഒരാൾ കാമ്പിശ്ശേരിയെ ഇന്ന് ആലോചിക്കുന്നത് ജപമാലയിലെ രുദ്രാക്ഷത്തിന്റെ കണക്കഴിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മളെ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോ ചുവടുകളായിട്ടാണ്. മാഷ് അങ്ങനെയാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. ജപമാലയിലെ കണക്കെടുത്തുകൊണ്ടല്ല ഒരു വിപ്ലവകാരി ഒരു ഓർമ്മയെയും ഓരോ ദിവസത്തെയും കാണുന്നത്. അത്തരത്തില് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഈ താമ്പൂല പ്രശ്നം അടക്കം വന്നു കയറിയത് എന്ന് 80കൾക്ക് മുമ്പുള്ള ആ ട്രാൻസിഷൻ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിലല്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഡിസ്കോഴ്സസ് ഒക്കെ നമ്മുടെ ഇടയിലേക്ക് വന്നത് പതിയെ പതിയെ നേരത്തെ പറഞ്ഞ ആരുമറിയാത്ത വളരെ ശബ്ദമില്ലാത്ത പദചലനങ്ങളോടുകൂടി അരിച്ചരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് 22 ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ MG കോളേജിലെ എൻ്റെ MA ക്ലാസ്സിലെ കുട്ടികള്, വിശദമായിട്ട് പറയാൻ നല്ലതല്ല, അതുകൊണ്ട് കുട്ടികളില് ചിലര് മുഴുവൻ പേര് എഴുതണമെന്ന് ആവശ്യപ്പെടുമ്പോ എന്നൊക്കെയോ തൂത്തുകൾ, ഞാൻ എൻ്റെ പേരിൽ അഭിമാനമുള്ള ഒരാളാണ്. എൻ്റെ പേര് കേട്ട എൻ്റെ ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ധനുവച്ചപുരം കോളേജിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നല്ല സ്വീകാര്യതയായിരുന്നു ലീന എന്ന പേരിന്. കോളേജിൽ മാത്രമല്ല ചുറ്റുവട്ടത്ത്, പ്രത്യേകിച്ച് ഞാൻ ഒറ്റപ്പാലത്ത് നഗരസഭയിലെ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടാണ് ധനുവച്ചപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. അപ്പൊ അവിടെ കേട്ടപ്പോൾ ആദ്യം എൻ്റെ പേര് നല്ല സ്വീകാര്യത തോന്നി. ലീന എന്നായതുകൊണ്ട് ഒരു പ്രത്യേക സമുദായമാണെന്നൊക്കെ കരുതി വലിയ സ്വീകാര്യതയായിരുന്നു. ഞാനൊരു കുടുംബശ്രീ ഒരു അയൽക്കൂട്ട യൂണിറ്റിലാണ് അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ആ ജോലി ധാരാളം ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ അവിടെ ഒറ്റപ്പാലത്ത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് അയൽക്കൂട്ടത്തിലേക്ക് ധനുവച്ചപുരം കോളേജിന്റെ ഓപ്പോസിറ്റ് വന്ന് താമസിക്കും. ഞാൻ പേഴ്സണലി പൊളിറ്റിക്കൽ ആയതുകൊണ്ട് പറയുകയാണ്, രാഷ്ട്രീയ വ്യവഹാരങ്ങൾ ഭരണകൂടം മാത്രമല്ല, നിശബ്ദമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അധികാരഘടന, ദൈനംദിന ജീവിതത്തിൽ അടക്കം ഈ പ്രതിലോമ ശക്തികൾ അതിന്റെ വേര് എങ്ങനെയാണ് പായിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പെൺമനസ്സുകളെ നല്ല ഭംഗിയായി പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയതിന്റെ ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ധനുവച്ചപുരത്ത് എത്തിയപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അയൽക്കൂട്ടത്തിലേക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല, എനിക്ക് പോയേ കൂടുള്ളൂ. കോളേജിൽ പോകുന്നത് പോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ നമ്മൾ അയൽക്കൂട്ടത്തിൽ പോകും, ശീലിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് അയൽക്കൂട്ടത്തിൽ പോകുന്നു ഭയങ്കര സ്വീകാര്യം. ആദ്യമായിട്ട് ഒരു കോളേജിൽ അധ്യാപിക, അവിടെ സ്കൂളുകൾ കോളേജുകളൊക്കെ ഉള്ള പ്രദേശമാണ്, ധനുവച്ചപുരം അറിയാമല്ലോ. NSSന്റെ സ്കൂളുണ്ട്, ഒരുപാട് സ്കൂളുകൾ, VTM NSS കോളേജ് ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, IT ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാൾ ആദ്യം വന്നു എന്നുള്ളതിന്റെ ഭയങ്കര സ്വീകരണമായിരുന്നു ആദ്യത്തെ 2 ആഴ്ച. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത ഏറ്റവും സീനിയറായ ഒരാൾ എന്നോട് പറഞ്ഞു, ടീച്ചർ ഇവിടെ അല്ല വരേണ്ടത്. ഞാൻ വിചാരിച്ചു ഇനി എന്താ പ്രശ്നം, എന്തുകൊണ്ടാണോ എനിക്കറിയില്ല.
ഇനി എന്റെ വല്ല പെരുമാറ്റത്തിലെ പ്രശ്നം കൊണ്ടാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്താ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വല്ലതും പെരുമാറിയോ എന്ന് അയാളോട് മാത്രമായിട്ട് രഹസ്യമായിട്ട് ചോദിച്ചു. അല്ലല്ല, ടീച്ചർ ആ റോഡിന്റെ അപ്പുറത്ത് ആണ് പോകേണ്ടത്. പുള്ളിക്ക് പറയാനൊരു വിഷമം, അത്രേ പറയുള്ളൂ. റോഡിന്റെ അപ്പുറത്ത് ഒരു അയൽക്കൂട്ടം ഉണ്ട്, അവിടെ പോവാം, വെള്ളിയാഴ്ച വൈകിട്ട് ശനിയാഴ്ച കൂടുതൽ. ഞാൻ ഇത്രയും കൂടുതൽ ഭംഗിയായിട്ട് സ്ത്രീകൾ അയൽക്കൂട്ട സംവിധാനം കൊണ്ട് നടക്കുന്നത് ഞാൻ വേറെ കണ്ടിട്ടില്ല. തമിഴ്നാട്ടില് ട്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ പാസഞ്ചർ വണ്ടിയുണ്ട്, കനുവച്ചപുരത്ത് നിന്ന് കയറി നാഗർകോവിലിൽ പോയി അരി, ഉഴുന്ന്, പയറ് ഒക്കെ ചാക്കിൽ മേടിച്ചുകൊണ്ട് വന്ന് 2-3 സ്ത്രീകൾ തലയിൽ ചുമന്ന് ഈ വീട്ടിലിറക്കി അവര് തന്നെ പാറ്റി പറക്കി മുളകടക്കം ഇവർ വിതരണം ചെയ്ത് വലിയ ലാഭത്തിൽ നടക്കുന്ന അവരുടെ ഒരു സൂക്ഷ്മ ധനകാര്യ സംരംഭമാണ്. മൈക്രോ എക്കണോമിക് യൂണിറ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന അങ്ങ് അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. കണ്ടോണം, കുറച്ച് വർഷമായിരിക്കുന്നു, കണ്ടോണം എന്നോട് പറഞ്ഞത് ടീച്ചർ ഇനി തൊട്ട് അപ്പുറത്തേക്ക് വന്നാൽ മതി. എനിക്ക് ആകെ പ്രയാസമായി. ഞാൻ വീട്ടിൽ വന്നു, എന്റെ മോള് ചെറിയ കുട്ടിയാണ്, 6 വയസ്സുള്ള, അവളോട് പറഞ്ഞതൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് അമ്മയ്ക്ക് ഫോൺ ചെയ്തു. അമ്മ കൊല്ലത്താണ്, അമ്മ ഒന്ന് വർക്ക് ചെയ്യും. അപ്പോ അമ്മയെ ഫോൺ ചെയ്തിട്ട് വന്ന അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പൊ അമ്മ ചോദിച്ചു, നിന്റെ കോളേജിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ മാർക്കർ ഗോപനുണ്ട്. ഇല്ല ഗോപൻ ഇപ്പൊ. അപ്പൊ ഞാൻ ഗോപനോട്, അപ്പൊ അമ്മേനോട് പറഞ്ഞു, ഗോപനോട് മറ്റോ ചോദിക്കും, നമ്മളെ നിന്റെ പെരുമാറ്റം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ ഗോപൻ കുറച്ച് ചിരിയോടെ എന്നോട്, ഞാൻ ഗോപൻ വൈകുന്നേരത്ത് പാല് കൊണ്ടുവന്നപ്പോ ഗോപനോട് ചോദിച്ചു, ഗോപൻ എന്നോട് ഇങ്ങനെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇനി തൊട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞു. കുറച്ച് പോകണം, നടന്നങ്ങ് പോകണം, മുകളിലോട്ട് പോകണം. അത് താഴ്ചയിലാണ് തന്നെ വെച്ച് കോളേജ് നിൽക്കുന്നത്. അപ്പുറത്തെ മുകളിൽ ഉടിയൻകുളങ്ങരയും അപ്പുറത്തെ കരുവച്ചോറും ജംഗ്ഷനോ അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഗോപനോട് എന്തുകൊണ്ട് പറഞ്ഞു, ടീച്ചർ നായന്മാരല്ല അവിടെയാണ്, അവിടെയാണ് പോകുന്നത്, ഇവിടെ മറ്റു ആൾക്കാരാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ ഈ മൈക്രോ എക്കോണമിയുടെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ ഇടപെടുന്ന, കേരളത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ഉയർത്തിക്കാണുന്ന കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും അതുവഴി രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്കും അവരെത്തി, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഒരു മണ്ഡലമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തിന്റെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള അയൽക്കൂട്ട സംവിധാനത്തിന് അകത്തുപോലും എത്ര ഭംഗിയായിട്ട് എത്ര വർഷം മുന്നേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയത്തെ നടപ്പിലാക്കിയെടുക്കാൻ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളതിന് വേറെ ഉദാഹരണം തേടി ദൂരോട്ടേക്കൊന്നും പോണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ പറഞ്ഞു വെക്കാനുള്ളത്, ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിന്റെ ഇടപെടൽ ഒരു ഭാഗത്ത്, അത് പൗരത്വ നിയമമായിട്ട് GST നിരോധിക്കുന്നതായിട്ട്, നോട്ട് നിരോധിക്കുന്നതായിട്ട്, GST നടപ്പിലാക്കുന്നതായിട്ട്, നോട്ട് നിരോധിക്കുന്നതായിട്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. GST നടപ്പിലാക്കുന്നതിലോടുകൂടി നമ്മൾ വിചാരിക്കും, നമ്മളോട് പറഞ്ഞു വെച്ചു നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ ഇനി ഈ പ്രശ്നങ്ങളെല്ലാം, നികുതിയെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കും. ഇത്രയധികം 1,900 നികുതികളൊന്നും വേണ്ട, വിരലിലെണ്ണ 4-5 നികുതികൾ മതി. എത്ര ഭംഗിയോ, എത്ര എളുപ്പമുണ്ട്. എന്റെ അനുജത്തിയും അനുജനും ഓഡിറ്റേഴ്സാണ്. അവരൊന്ന് ആദ്യം പറഞ്ഞു, അയ്യോ വലിയ പ്രശ്നമായിരിക്കും ഇനി പരിഹരിക്കപ്പെടാൻ പോവുകയാണോ വിഷയങ്ങൾ എന്നാണ്. അടുത്ത നിമിഷം നമുക്ക് മനസ്സിലായി ദൂരെ അങ്ങ് പോണ്ട. തമിഴ്നാട്ടിലെ MGR മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിന് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ മേലെ നികുതി ഇടാൻ അനുവാദം ഉണ്ടായിരുന്ന ഘട്ടത്തില് കേരളത്തെ കണ്ടുപഠിച്ചുകൊണ്ട് നോട്ടിൽ എഴുതുന്നുണ്ട്, കേരളത്തെ കണ്ടുപഠിച്ചുകൊണ്ട് അന്ന് അവിടെ തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് നികുതി ഏർപ്പെടുത്തുമ്പോൾ ആ നികുതി പണം അവരുപയോഗിച്ചത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനാണ്. കേരളം അതിന് മുന്നേ മാതൃക കാട്ടി. അങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കാനുള്ളൊരു പദ്ധതിയായി അവരവരുടെ നാട്ടിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച തമിഴ്നാട് ഉൾപ്പെടെ ഇപ്പൊ GSTയുടെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കേരളം ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ കേരളത്തിലെ ധനകാര്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും കിട്ടാനുള്ള ഈ കേന്ദ്ര വിഹിതത്തെക്കുറിച്ചും GST ഇനത്തിൽ നമുക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ചും കണക്ക് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഞങ്ങളുടെ വകുപ്പിൽ 98 സാക്ഷരതയെ കേന്ദ്രം ഉപേക്ഷിച്ചതുകൊണ്ട് നമ്മൾ കേരളത്തിലെ വിഹിതം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് അങ്ങനെ അരിച്ചരിച്ച് മാധ്യമങ്ങളെ അതിവിദഗ്ധമായിട്ട് വർഗീയതയുടെ ആശയങ്ങൾക്കുള്ള അവരുപോലും അറിയാതെ, അതത് മാധ്യമങ്ങൾ പോലും അറിയാതെ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളാക്കി മാറ്റാനുള്ള നല്ല പരിശ്രമം അത് പൂർത്തിയായി എന്നാണ് ഞാൻ കാണുന്നത്. അതിന്റെ പ്രയോഗം ഒരു ഭാഗത്ത് നടക്കുന്നു. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ, നിത്യവ്യവഹാരത്തിലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രീതിയിൽ ഇങ്ങനെ പതിയെ ഇടപെട്ടുകൊണ്ട് മാറ്റിയെടുത്തിരിക്കുന്നു എന്നാണ്. ക്ലാസ് മുറിയിലെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ
എൻ്റെ ഒരു കുട്ടിയുടെ പേര് പറയുമ്പോൾ ഞാൻ കെ ഉള്ള അഡ്രസ്സ്, പേരിന്റെ അവസാനം നീണ്ട ഒരു പേരും കുറുപ്പെന്നുണ്ട്. ഞാൻ ആ കുറുപ്പൊന്നും എഴുതിയില്ല, കുറുപ്പൊന്നും എഴുതാനുള്ള സ്ഥലം കിട്ടിയില്ല. അപ്പൊ തൊട്ടടുത്ത് താഴെ ഞാൻ കെ എന്ന് എഴുതി, ഇനിഷ്യൽ ആകട്ടെ എന്ന് എഴുതി, കെ എന്ന് എഴുതി. യൂണിവേഴ്സിറ്റി റാങ്ക് മേടിച്ച കുട്ടി എന്നെ നിർത്തിയില്ല, ടീച്ചർ എന്നെ തറയിൽ നിർത്തിയില്ല. എന്നോട് പറഞ്ഞത്, ടീച്ചർ കുറുപ്പ് എന്റെ പ്രിവിലേജ് ആണ്, അത് വെട്ടിക്കളയരുതെന്നോ. സർവകലാശാല പരീക്ഷയ്ക്ക് റാങ്ക് മേടിച്ച വിദ്യാർത്ഥിനിക്ക് കുറിപ്പറ്റത്തില്ലെങ്കിൽ ഭയങ്കര, ഞാനത് വല്ല അപരാധം ചെയ്തതുപോലെയാണ്. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് ഒരു ചെറിയൊരു ഷാർപ്പ് പേന എടുത്ത് വെച്ചിട്ട് കുറിപ്പ് എഴുതി ചേർത്തു, ഇല്ലെങ്കിൽ പണിയാവും. കുറിപ്പ് എഴുതി ചേർത്തു. ആ കുറിപ്പ് കിട്ടിയതോടുകൂടി കുട്ടിക്ക് സമാധാനമായി. റാങ്ക് കിട്ടിയതിലും അവളെ സമാധാനിപ്പിച്ചത് അവളുടെ പേരിന്റെ അറ്റത്തെ കുറിപ്പ് റീറ്റെയിൻ ചെയ്ത് കിട്ടിയപ്പോഴാണെന്നുള്ളത് കാണേണ്ടതുണ്ട്. ഈ മാതിരി വിശദാംശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ദൈനംദിനം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം രാഷ്ട്രീയ വ്യവഹാരങ്ങളാണ്. നമ്മുടെ ധാരണ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിതമായി നടത്തുന്ന ഡിസ്കോഴ്സസ് മാത്രമല്ല, സംസ്കാരത്തിന്റെ ഓരോ സ്പർശിനികളിലും, സൂക്ഷ്മ സ്പർശിനികൾ ഓരോന്നും എത്ര വിദഗ്ധമായി ദൈനംദിന കാലത്ത് എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെയുള്ള മനുഷ്യരുടെ, ഇന്ത്യ മഹാരാജ്യത്തെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിന്റെ സകല അടരുകളിൽ നിൽക്കുന്നു. മാത്രമല്ല, ഉമ്മട്ടോ സൂചിപ്പിച്ച ഒരു സാധനം മധ്യവർഗത്തെ തടവിലാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. കാശ്മീർ ഒഴികെയുള്ള എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഐപട്ടോയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ കേരളം ഈ മിഡിൽ ക്ലാസ്, കേരളത്തിലെ മിഡിൽ ക്ലാസ് ഇതിന് ഒന്നാന്തരം, ഉമ്പത്തൊക്കെ മുന്നോട്ട് വെച്ച മിഡിൽ ക്ലാസ്സിന് ഒന്നാന്തര ഉദാഹരണമാണ്. ആദർശത്തിന്റെയും ആശയത്തിന്റെയും കാര്യത്തിലൊക്കെ വലിയ പുരോഗമനം നമ്മൾ ഒരു ഭാഗത്ത് പറയുകയും നിർണായക സന്ധികളിൽ നിശബ്ദത പാലിക്കുക. സമകാലത്ത് അങ്ങനെയാണ്. മുൻപ് നമ്മൾ പറയും അവര് പാസീവായി നിൽക്കുന്നു നമ്മൾ പറയും. സമകാല കേരളത്തിൽ ഇപ്പോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ക്രൂരമായ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രൂരമായ നിശബ്ദത. ഇടപെടേണ്ടിടത്ത് ഇടപെടാൻ കഴിയാതെ, ശബ്ദം ഉയർത്തേണ്ടിടത്ത് ഉയർത്താൻ കഴിയാതെ, അതിക്രൂരമായത് കാലത്തോട് ചെയ്യുന്ന അനീതിയും ക്രൂരതയുമാണ്. അങ്ങനെ ആളുകളായിട്ട് നമ്മളടക്കം അങ്ങനെ മാറിപ്പോകുന്ന, അങ്ങനെ മാറുമല്ല, അങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ഇതൊക്കെ സൂക്ഷ്മ സൂചകങ്ങളാണ്. ജനാധിപത്യം പുലരാൻ അവരന്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കുക എന്നുള്ള, അവരന്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കാൻ കഴിയുക എന്നുള്ളത് ഒരു നൈതിക സൂചകമാണ്, നൈതിക ഡയമെൻഷനാണ്, നീതിപരമായ ഡയമെൻഷനാണ്. ഇന്ന് നമ്മൾ ചുറ്റിപ്പിടിക്കേണ്ട പ്രധാനപ്പെട്ട പദം നീതിയാണ്, കരുണയാണ്, മൈത്രിയാണ്. നമുക്ക് ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുറ്റമല്ല. നമ്മൾ റിട്ടയറിയുന്നവരെയും നമ്മൾ കേൾക്കുന്നതാണ്. പുതിയ തലമുറ പ്രശ്നം എന്നിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവരെന്ത് കേട്ടാണ് ഈ തലമുറ നമ്മുടെ പ്രായം കഴിഞ്ഞ അടുത്ത തലമുറ, ഒരു നേരത്തെ 40-അപ്പുറത്തേക്കുള്ളവരുടെ കാര്യം പറഞ്ഞെങ്കിൽ 40 താഴെയും ഒരു 30 താഴെയുമുള്ള കുട്ടികളുടെ സംഘർഷത്തെ ആര് കാണുന്നു, ആര് കേൾക്കുന്നു, അവരുടെ നിലവിളി ആരറിയുന്നു? അതീവ ദുർഘടം പിടിച്ച ഈ കാലത്ത്, വലിയൊരു രാഷ്ട്ര നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ്. എങ്ങനെ പറയാനാകുന്നു എന്നുള്ളത് ആലോചിക്കുക. ഇതിന് മുമ്പ് ഒരു രാഷ്ട്ര നേതാവിനും ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലേണ്ടെന്നുള്ളതാണ്. പ്രവാസവും അന്യോന്യ സഞ്ചാരവുമാണ് ലോകത്തെ ചരിത്രത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തിയെടുത്തത്. ലോകത്തെ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയെടുത്തത് മനുഷ്യരാശി പാരസ്പര്യത്തോടുകൂടി അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടാണ്. അത് തൊഴിലിനാകാം, പഠനത്തിനാകാം, ജീവിതം ആയോധനത്തിനാവാം, ജീവിതം കരിപ്പിടിപ്പിക്കാനാകാം. അങ്ങനെയുള്ള സഞ്ചാരങ്ങളും ഇല്ലാത്ത ഒരിടത്തേക്ക് ലോക പോലീസ് വിളിച്ചു പറയുകയാണ് ഇനി ആരും അങ്ങോട്ട് വരേണ്ട എന്ന് പറയുന്നിടത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഉളുപ്പെന്ന വാക്കാണ്, അതിനപ്പുറത്തേക്ക് വാക്കില്ല. വിജയമാഷ് അങ്ങനെ ഉണ്ടായിരുന്നേ ചോദിക്കായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല. ഒരു ഉളുപ്പും കൂടാതെ അങ്ങനെ വിളിച്ചു പറയുന്ന ഭരണാധികാരികൾ ഉണ്ടാകുന്ന കാലത്താണ്. പൗരത്വത്തെ സംബന്ധിച്ച് വിശദാംശങ്ങളിലേക്ക് പോകാൻ നമ്മൾ എല്ലാവരും അന്യോന്യം ഇതൊക്കെ ചർച്ച ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു KT മുഹമ്മദിനെ മറക്കണ്ടാണ്. ഒരു KT മുഹമ്മദ് തപാൽ വകുപ്പിൽ ജോലി കിട്ടിയിട്ട് ജീവനക്കാരനായിട്ട് പണിയെടുക്കുമ്പോൾ 19 വയസ്സാ. നമ്മളെയൊക്കെ കൂട്ടുകാർ ഒരുപാട് പേര് 10ാം ക്ലാസ് നല്ല മാർക്ക് വാങ്ങുമ്പോൾ BSNലും തപാൽ വകുപ്പിലും ജോലി കിട്ടി പോകുമായിരുന്നു. അതും അടഞ്ഞു, ആ വഴിയും അടഞ്ഞു. തപാൽ വകുപ്പ് ആകപ്പാടെ നിൽക്കുന്നത് ഈ ചരട് ചന്ദനങ്ങളൊക്കെ കയറ്റി അയക്കാൻ മാത്രമായിട്ട് നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, അതും വേറൊരു മാർഗമാണ്. അങ്ങനെ KT മുഹമ്മദ് എന്ന കണ്ണുകൾ എന്ന ചെറുകഥ എഴുതി ലോക ചെറുകഥാ മത്സരത്തിന് 1ാം സമ്മാനം വാങ്ങിയ KT മുഹമ്മദ് എന്ന ചെറുകഥാകാരൻ അദ്ദേഹം എഴുതുന്നു, അന്നോളം ചെറുകഥ മാത്രം എഴുതിയിരുന്നു ഞാൻ. 19 വയസ്സിൽ എനിക്കൊരു കത്ത് കിട്ടുന്നു. 1948 അദ്ദേഹത്തിന് കിട്ടുന്ന കത്തിന്റെ ഉള്ളടക്കം, തപാൽ മേധാവിയുടെ ഉള്ളടക്കം ഇതായിരുന്നു: നിങ്ങൾ മുസൽമാനായ നിങ്ങൾക്ക്
പാകിസ്ഥാനിലേക്ക് പോകാം. അത് തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് കിട്ടുന്നു. അദ്ദേഹം ആ കത്ത് പിന്നീട് എവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കത്ത് സൂക്ഷിച്ചിട്ട് ഞാൻ വായിച്ചുള്ള അറിവാണ് എനിക്ക്. അതിന്റെ അദ്ദേഹം എഴുതുന്നത് ദിവസങ്ങളോളം ഉറക്കമില്ലാത്ത രാത്രി. ചെറുപ്പക്കാരൻ 19 വയസ്സുകാരൻ നല്ല അസല് കഥകൾ എഴുതിക്കൊണ്ടിരുന്ന കണ്ണുകൾ എങ്ങനെയാണ് അത് വളരെ പ്രതീകാത്മകമാണ്. ലോകത്തെ കാണാനുള്ള കണ്ണ്, കാഴ്ചയില്ലാത്ത ഒരാളിന്റെ കണ്ണ് എന്നുള്ള പ്രതീകം വെച്ചിട്ടാണ് കണ്ണുകൾ എന്ന ചെറുകഥ എഴുതി ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം മേടിക്കുന്നത്. പിന്നെ ഒരാളും ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം നമുക്ക് മേടിച്ചു, ടി വാസുദേവൻ നായർ. പിന്നെയുണ്ട് പറഞ്ഞു വെക്കുന്നത്, അങ്ങനെ കത്തിന് അദ്ദേഹം ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം തീരുമാനിച്ചു പോകുന്നില്ല. മറുപടി കത്ത് അയച്ചു, ഞാൻ ഈ ജനിച്ചു വളർന്ന ഇവിടെ ജീവിച്ചോളാം, തപാൽ വകുപ്പിലെ ജീവനക്കാരനായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നേ ഉള്ളൂ, എങ്ങും പോകുന്നില്ല എന്ന് എഴുതിയത്. ഇപ്പോ പാകിസ്ഥാനിലേക്ക് ആരെ വേണേലും എപ്പോ വേണേലും കടത്തിവിടാമെന്ന് പറയത്തക്ക വിധത്തിലേക്ക്, അന്ന് നേരത്തിലേശം ഉളുപ്പുള്ളത് കൊണ്ട് ഒരു ജീവനക്കാരന് വന്ന സ്വകാര്യ കത്തായിരുന്നു, ഒഫീഷ്യലാണ്, അങ്ങനെ വന്ന കത്തായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, ഉളുപ്പില്ലാതെ നാട് വിടാനുള്ള ഉപാധികൾ, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷെ അത്തരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അത് 48-ലായിരുന്നുവെങ്കിൽ, അതേ 48-ലാണ് കെ സരസ്വതി അമ്മ പെൺബുദ്ധി എന്ന കഥ തലസ്ഥാന നഗരിയിൽ ഇരുന്നുകൊണ്ട് എഴുതുന്നത്, പാൽക്കുളങ്ങരയിൽ ഇരുന്നുകൊണ്ട് എഴുതുന്നത്. അതേ 948-ലാണ് കേരളത്തില് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം ലക്കിടിയിൽ കളിക്കുന്നത്. 47-ൽ തൊഴിൽ കേന്ദ്രം ഉണ്ടാക്കുകയും കേരളത്തിലെ പെണ്ണുങ്ങൾ ഒരു തൊഴിൽ കേന്ദ്രത്തിൽ എങ്ങനെയാണ് തൊഴില്, അന്തർജന സ്ത്രീകൾക്ക് തൊഴിൽ എങ്ങനെയാണ് സ്വയം, നമ്മൾ നേരത്തെ പറയുന്ന സ്വയാർജിത തൊഴിലിലേക്ക് എത്തുന്നത് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് 1 കൊല്ലം തൊഴിൽശാല നടത്തിയ സ്ത്രീകളുടെ അനുഭവം തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകമായി മാറുന്നത്. പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് സംസ്കാരം എന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, സംസ്കാരം എന്നത് തടാകവുമല്ല, സംസ്കാരം നൈരന്തര്യമാണ്. സംസ്കാരത്തിൽ ഇടപെടുകയും സംസ്കാരത്തിന്റെ ഇടപെടലിലൂടെ, സംസ്കാരത്തിന്റെ മുദ്രകളിലെ ഇടപെടലുകളിലൂടെ മാത്രമേ നമുക്ക് ഇന്ന് കാണുന്ന ഈ വെല്ലുവിളികളെ ഒരു പരിധിവരെ, പൂർണ്ണമാവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഒരു പരിധിവരെ നമ്മുടെ നിത്യജീവിതത്തിലെ ഇടപെടലുകളെ പ്രതിരോധിക്കാൻ നമുക്കാവുകയുള്ളൂ. ചെറുകാട് പറഞ്ഞു വെച്ചതുപോലെ ആധുനിക മലയാളി നമ്മൾ നവമലയാളിയായി. ആധുനിക മലയാളി ചെരുപ്പൂരി പുറത്തു വെച്ചിട്ട് ചവിട്ടുപടികളിൽ ചെരുപ്പൂരി വെച്ചിട്ട് അകത്തേക്ക് വരും. അതുവരെ പറഞ്ഞ സകല പുരോഗമനവും ആ ചെരുപ്പോടൊപ്പം പുറത്തഴിച്ചു വെച്ചിട്ട് വീടിനകത്തേക്ക് കയറുന്ന മലയാളിയുടെ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഈ കാപട്യം ഉണ്ടല്ലോ, നമ്മുടെ സ്നോബറി ഉണ്ടല്ലോ, അത് ഈ കേരളത്തിന് പുറത്തേക്ക് പോയി ചരട് മുറുക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ നിലവിളികളായിട്ട് മാറുകയാണ്. വല്ലാത്ത സങ്കടത്തോടെയാണ് ഈ ഓരോ വാർത്തയും കേൾക്കുന്നത് എന്നുള്ളതാണ്. എന്ത് വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മൾ നേടിയത് എന്നുള്ളതാണ്. എന്ത് വിദ്യാഭ്യാസമാണ് നമ്മൾ നാളിതുവരെ നേടിയെടുത്തതാണ്. അവരവരുടെ ജീവിതത്തെക്കുറിച്ച് അഭിമാനമില്ലാത്ത, അവരവരുടെ ആത്മബോധത്തെക്കുറിച്ച് അന്തസ്സോടെ തല ഉയർത്തി നിൽക്കുന്ന, അപ്പോഴൊക്കെയാണ് കാമ്പിശ്ശേരി അടങ്ങുന്ന തലമുറയെ നമ്മൾ ഓർക്കുന്നത്. കഷ്ടതകളിലൂടെ ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവിക്കാനുള്ള സൗകര്യം ഉള്ളപ്പോഴും ഏത് കഷ്ടതയിലും പോകാൻ മനസ്സുള്ള അവരുടെയൊക്കെ തലമുറയെ നമ്മൾ കാണുന്നത്. ലഭ്യമാകാവുന്ന എല്ലാത്തരം അധികാര നേട്ടങ്ങളെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആദർശത്തിലൂടെ ജീവിക്കാൻ കഴിഞ്ഞ അവരുടെ തലമുറയെ നമ്മൾ നോക്കിക്കാണുന്നത് എന്നും കൂടിയാണ് ചേർത്ത് വെച്ച് പറയാനുള്ളത്. അത് ഈ പറഞ്ഞ ഈ സംസ്കാരത്തിന്റെ ഓരോ ഇടത്തും, ഞാൻ പറയാം, ശ്വാസം വലിക്കുന്നത് അടക്കം പ്രധാനമാണെന്ന് കരുതുന്നു. നമ്മൾ ശ്വാസം വലിക്കുന്നതടക്കം നല്ല ജാഗ്രതയോടെ ആയില്ലെങ്കിൽ നമ്മൾ ശ്വാസം വലിക്കാൻ പഠിപ്പിക്കാൻ സന്യാസിമാരുണ്ടാവും. തർക്കമൊന്നുമില്ല. 500 രൂപ 1000 രൂപയൊക്കെ കൊടുത്താൽ എങ്ങനെ ശ്വാസം നീട്ടി വലിക്കാവുന്ന ഒരു പഠിപ്പിക്കും എന്ന് മാത്രമല്ല, അതുമുതൽ ജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന്റെ, നിത്യവ്യവഹാരത്തിന്റെ എല്ലാ ഇടങ്ങളിലും അതൊക്കെ സംസ്കാരത്തിന്റെ മുദ്രകളാണ്. എല്ലാം നിത്യജീവിതമാണ് സംസ്കാരത്തിന്റെ ഉറവിടം. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ചരിത്രം, സംസ്കാരത്തിന്റെ ഈ ഭൂപടത്തില് വലിയൊരു ഭൂപടം തൂക്കിയിട്ടാൽ ചരിത്രം എന്ന് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ വരച്ചെടുക്കാവുന്ന സാധനം എന്നാണ്, അതിനൊരു വിസ്തീർണം ഉണ്ടെന്നുള്ള ധാരണയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോ അത് ചുരുങ്ങി ഒരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൂത്തായിട്ട് മാറിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ നിൽക്കുന്ന ഒരു കാലത്താണ്. നിത്യജീവിത വ്യവഹാരങ്ങളാണ് നമുക്ക് ഇടപെടേണ്ടത്. അപ്പോഴാണ് നമ്മുടെ പഴയ പത്രങ്ങളും ഒന്ന് മറിച്ചു നോക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. ആ പത്രങ്ങൾ, അതിലെ പരസ്യങ്ങൾ, അതിലെ ഇടപെടലുകൾ, അതിലെ പ്രാദേശിക വാർത്തകൾ, അതിന്റെ ഭാഷ, അവസാനിപ്പിക്കുന്നത് ഭാഷ തന്നെയാണ്. ഭാഷയാണ് മനുഷ്യനെ നിർമ്മിക്കുന്നത്. ആധുനിക ലോകത്ത്, പുതിയ ലോകത്ത്, വൈജ്ഞാനിക ലോകത്ത്
ഒരു സമൂഹത്തെ നിർണ്ണയിക്കുന്നതും നിർവഹിക്കുന്നതും ഭാഷയാണ്. ഭാഷയിലൂടെയാണ് നമ്മൾ രേഖപ്പെടുത്തപ്പെടുന്നത്, അല്ലാതെ മറ്റൊന്നിന്റെയും പേരിലല്ല. പക്ഷേ ഭാഷയാണ് എന്നൊരു ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ഇതും ഭാഷയുടെ പരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതും ഭാഷാ സംരക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ തലത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് വർഗീയതയുടെ ചൂടും ചൂരുമുള്ള, ആ പദം നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, മതവർഗീയതയുടെ ചൂടും ചൂരുമുള്ള മറ്റൊരു ആസക്തികളുടെ ലോകത്തേക്കാണ് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എളുപ്പവഴിയിൽ പരിഹാരങ്ങളില്ല. ചില ഘട്ടത്തിൽ ചികിത്സ, നമ്മൾ രോഗലക്ഷണങ്ങൾക്ക് ചികിത്സിച്ചുകൊണ്ടേയിരിക്കുന്നു. ചികിത്സ രോഗത്തിനാണ് വേണ്ടത്. രോഗകാരണം കണ്ടുപിടിച്ചുള്ള ചികിത്സയാണ് വേണ്ടത്. വാസ്തവത്തിൽ ചില നേരത്തെ ചികിത്സ ആഘാത ചികിത്സ തന്നെ വേണ്ടിവരും. അത്തരമൊരു ആഘാത ചികിത്സയാണ് ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പ്രേം എന്ന പദം മൊത്തം പേജുകളിലും അച്ചടിച്ചിട്ടുള്ള, പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ പേജുകളിൽ പ്രേം ബിഹാരി എന്ന മനുഷ്യനാണ് ആ സ്റ്റൈലസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ അറ്റത്തെല്ലാം എല്ലാ പേജിലും ഉള്ള വാക്ക് പ്രേം എന്നാണ്. അദ്ദേഹത്തിന്റെ പേരാണ്, ചിത്രകാരന്റെ പേരാണ്. എല്ലാ പേജിലും പ്രേം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്ത്യൻ ഭരണഘടന ഇത്രയും വലുതായി പോയത് എന്തുകൊണ്ടെന്ന ചോദ്യം അമ്മു സ്വാമിനാഥൻ ആവർത്തിച്ച് അന്ന് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ഇത്രയും ബൃഹത്തായതെന്ന് ചോദിച്ചാൽ, അത്രയേറെ കൊടുമ നിലനിന്നിരുന്നത് കൊണ്ട്, അത്രയേറെ കൊടുമകളെ പ്രതിരോധിക്കാൻ അത്രയേറെ വലിപ്പമുള്ളൊരു ഭരണഘടന ഇന്ത്യക്ക് വേണ്ടി വന്നു. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ തൊടുന്നത് കുറ്റമല്ലെന്ന് എഴുതി വെക്കേണ്ടി വന്ന ഒരു ഭരണഘടന നമ്മുടെ ഭരണഘടനയുണ്ട്. പക്ഷെ ആ ഭരണഘടനയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ, നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹമായി നമുക്ക് ഇനിയും നിലനിർത്താനുള്ള ഏക ഉപാധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വൃദ്ധരെ സംരക്ഷിക്കണമെന്ന് എഴുതി വെച്ച, ലോകത്തെവിടെയെങ്കിലുമൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ വേറെ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്. ചിരിച്ചേക്കും, UK ആണല്ലോ തുടങ്ങുന്നത്, ബ്രിട്ടൻ ആണല്ലോ തുടങ്ങുന്നത്. അതൊക്കെ നമ്മൾ ഈ പഠനാവശ്യത്തിനായിട്ട് പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് വക്കീലന്മാർക്ക് ആവശ്യമുള്ള സാധനം മാത്രമെന്നാണ് ധരിച്ചത്. പക്ഷെ ഇപ്പോ നമ്മുടെ കഴുത്തു കൂടെ പോകും. പ്രത്യേകിച്ച് ഞാൻ അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് പണിയെടുത്തത് എന്നുള്ളത് കൊണ്ട്, അവരവരുടെ ഈ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവുക എന്നുള്ളത് പ്രാഥമികം ആവശ്യമായതുകൊണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെയും ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. ഞാൻ ONVയുടെ ആ വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ വർത്താനം അവസാനിപ്പിക്കുന്നു. എങ്ങനെ മറക്കും ആ പുഞ്ചിരി അതിന് മുമ്പിൽ ദീപങ്ങൾ മങ്ങിയെന്നാണ്. എന്തൊരു ശീർഷകമാണെന്ന് ആലോചിച്ചു പോകും. എല്ലാ കാലത്തേക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. എങ്ങനെ ഓർത്തൊന്നു പകച്ചു നിന്നോ മൃതി, എങ്കിലും മണ്ണിന്റെ സൗഗന്ധിക പുഷ്പം തേടി വന്നപോൽ അതും കവർന്നെടുത്തു മൃതി, എന്റെ നെഞ്ചിൽ വന്നലയ്ക്കുന്നു. ശൂന്യതയിൽ നിന്ന് ആരോ മന്ത്രിക്കും നാദം, രത്നഹാരിയാണല്ലോ മൃതി. മൃത്യോ നീ അഹങ്കരിക്കായി എന്ന് വിരൽ ചൂണ്ടി എത്രയോ വട്ടം ധിക്കരിച്ചു ചൊന്നു ഞാൻ. പക്ഷേ ഇന്നൊന്നും ഉരിയാടാൻ നാവനങ്ങുന്നീൽ എന്റെ മുന്നിൽ ആ ചിരി മാത്രം. കാതിലാ നർമ്മോക്തിതൻ സംഗീതം മാത്രം. ഇത്ര സറ്റയർ ഉപയോഗിക്കുന്ന ഒരാൾ. നർമ്മോക്തിതൻ സംഗീതം മാത്രം. തപ്തഹൃദയം നിറയെ ആ സൗഹൃദ നിലാവലതെല്ലും ഓർമ്മകൾ മാത്രം. മുത്തുകൾ തേടി തേടി മനസ്സിൻ ആഴങ്ങളിലെത്തും ആ കൺകോണിലെ ആർദ്രത അതുമാത്രം. ഇനിയും യവനിക ഉയരും രംഗത്തു നിന്ന്, ഇനി ഈ കൊടി ഞാനൊന്ന് ഉയർത്തിപ്പിടിക്കും എന്നിടിവെട്ടും പോലൊരു കാരണോർ. അറിയാലോ, നിങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയില്ല. കാരണോർ ഹർഷോന്മാദ തുടി കൊട്ടിടും, ശബ്ദം ഉയരും. പക്ഷേ എല്ലാം ഇനി ഓർമ്മകൾ മാത്രം. ദീപങ്ങൾ മങ്ങി കാലം ഇരുളിൻ യവനികയ്ക്കുള്ളിൽ ആഴ്ത്തിയെന്നാലും എങ്ങനെ മറക്കും ആ പുഞ്ചിരി. കണ്ണീരോടെ തങ്ങളിൽ ചോദിപ്പോരിൽ ജീവിപ്പൂ കമ്പിശ്ശേരി. കണ്ണീരോടെ തങ്ങളിൽ ചോദിക്കുന്ന നമ്മളെ സംബന്ധിച്ച്, വിപ്ലവകാരികളായ നമ്മളെ സംബന്ധിച്ച്, ഈ കെട്ടകാലത്തെ അതിജീവിക്കാൻ, ഈ കെട്ടകാലത്തെ കൊടുമകളെ അതിജീവിക്കാൻ, പ്രതിരോധിക്കാൻ ഈ മനുഷ്യന്റെ ചുണ്ടിലെ പുഞ്ചിരിയാകട്ടെ വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ട്, വരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.